കെ മുരളീധരനിലേക്ക് പോകാം. കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് 37 ചലഞ്ച് സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം അതിൻ്റെ വെബ്സൈറ്റിലൊക്കെ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിലൊരു കളക്ഷൻ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തവണ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റണം എന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന KPC നിർവാഹക സമിതി യോഗം കൈക്കൊണ്ടത്. അപ്പോൾ ഈ 137 ചലഞ്ചിന്റെ ഉദ്ദേശിച്ചൊരു വിജയം ഉണ്ടാകാത്തതിന്റെ പേരിൽ ഒരു യോഗത്തിലും ആരും പ്രതാപേന്ദ്രനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം മരിക്കുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ്, അതായത് ഡിസംബർ 11-ാം തീയതി എറണാകുളത്ത് ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നപ്പോൾ അദ്ദേഹം സമിതിയിൽ അംഗമല്ലെങ്കിലും അദ്ദേഹം അന്ന് എറണാകുളത്ത് ഉണ്ടായിരുന്നു. ഞാൻ കണ്ട് സംസാരിച്ചതാണ്. എന്തെങ്കിലും ആക്ഷേപങ്ങളായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശ്രീ പ്രതാപേന്ദ്രന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ KPCCയിലേക്ക് ട്രഷററായി നിയമിച്ചത് ശ്രീ സുധാകരനാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ്യത മരണം വരെ അദ്ദേഹത്തിന് പ്രതാപേന്ദ്രനോടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നത് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് പ്രസക്തിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള പ്രയാസം പാർട്ടിയിലെ ഒരു ക്രിറ്റിസിസം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കാരണം ഓഫീസ് ബേറേഴ്സ് യോഗത്തിന് ഞാൻ പങ്കെടുത്തിരുന്നില്ല, ഞങ്ങൾ പാർലമെന്റിലായിരുന്നു. പക്ഷേ ഞാൻ പല ഭാരവാഹികളോടും വിളിച്ചു ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് അങ്ങനെ ഒരു ആക്ഷേപവും ആരും പ്രതാപേന്ദ്രനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല എന്നാണ്. അല്ല, ഏതായാലും പ്രതാപേന്ദ്രനെ കുറിച്ച് ഒരാക്ഷേപവും പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ഈ സാമ്പത്തികമായിട്ടുള്ള ചില അപാധകൾ ചിലർ ചൂണ്ടിക്കാണിച്ചപ്പോഴും അതിലും പ്രതാപേന്ദ്രൻ ആരും കുറ്റപ്പെടുത്തില്ല. അപ്പൊ അത് റെക്ടിഫൈ ചെയ്യാനാണ് കഴിഞ്ഞ KPC യോഗത്തിലൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തത്. എന്റെ പല വാർത്തകളും പത്രത്തിൽ വന്നാണ്, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഏതായാലും പ്രതാപേന്ദ്രനെ കുറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരാക്ഷേപവും സാമ്പത്തികമായി അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിട്ടില്ല. അത് എനിക്കറിയില്ല. ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അന്വേഷിക്കട്ടെ. വിശ്വാസം പ്രസിഡന്റ് പറഞ്ഞത് ഇതിനകത്ത് അനുയോജ്യമായ തീരുമാനം എടുക്കും എന്നായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കുടുംബം അച്ഛന്റെ മരണത്തിൽ, അതായത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് മറുപടി പറയാമെന്നാണ് KPC പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോഴൊന്നും ഇത് പറയുന്ന പോലത്തെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. പ്രതാപേന്ദ്രന് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ചർച്ചയും KPCC ഓഫീസ് ബേറേഴ്സ് യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അതിൽ പങ്കെടുത്ത ഭാരവാഹികളും പ്രസിഡന്റും പറയുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രതാപേന്ദ്രനെ ദീർഘകാലമായിട്ട് അദ്ദേഹത്തിന് പാർട്ടി പോസ്റ്റ് ഒന്നും ഇല്ലാതെ പുറത്തു നിന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വിശ്വാസത്തിലെടുത്ത് ഒരു കീ പോസ്റ്റിൽ അദ്ദേഹത്തിനെ നിയമിച്ചത് ശ്രീ സുധാകരനാണ്. അപ്പൊ അങ്ങനെയുള്ള സുധാകരന് ഒരിക്കലും പ്രതാപേന്ദ്രനെ കുറിച്ച് ഒരു അവിശ്വാസം ഉണ്ടായിട്ടില്ല. പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന പരാതിയിൽ 2 പേരുകളാണ്. ഒന്ന് പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്, രണ്ടാമത്തത് അറിയാലോ സുധാകരനൊപ്പം ഉള്ള കോഴിക്കോട്ട് നിന്നുള്ള പ്രമോദിന്റെ പേരാണ്. ഞാൻ പറയാം, ഇവരാരും KPC നിർവാഹക സമിതിയിലില്ല, KPC ഭാരവാഹിത്വം ഇല്ല. ഇവരാരും ഭാരവാഹി യോഗത്തിലോ KPC യോഗത്തിലോ പങ്കെടുക്കുന്നില്ല. വഴിയിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മളെ പ്രയാസപ്പെടുന്നത് എന്തിനാണ്? നമുക്കൊക്കെ എന്തൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ. നേരെ മറിച്ച് ഭാരവാഹികളുടെ യോഗത്തിലോ എക്സിക്യൂട്ടീവിലോ അങ്ങനെ പരാതി പറഞ്ഞാൽ ശരി, അത് നമുക്ക് ഉൾക്കൊള്ളാം. അങ്ങനെ പരാതി ഉണ്ടായിട്ടില്ല. കാരണം പ്രതാപേന്ദ്രന്റെ ഇതുവരെയുള്ള ജീവിതം പരിശോധിച്ചാൽ ഒരു കറപ്ഷൻ അദ്ദേഹം നടത്തിയിട്ടില്ല. ഒരു സത്യസന്ധനായിട്ടുള്ള പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം.